എന്തടേ കാണാൻ പറ്റിയ ഒരു സിനിമ അടക്കം ഇല്ല. സിനിമ ഇല്ലാന്നാ? കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു സിനിമ കണ്ടിരുന്നു. ചിലപ്പോ ഒരു സാമ്യമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും സുധിക്ക്. അതേത് സിനിമ എന്നറിയോ? ഏതാ? പേര് കേട്ടാ ചിലപ്പോ എനിക്ക് ഇവിടുന്ന് ഓടേണ്ടി വരും. എന്നാലും ഞാൻ പറയാം, തോൽവി FC. സ്നേഹ വെറുതെ ആക്കല്ലേ. നിങ്ങളോട് കൂടിയാ പറയാനുള്ളത് കേട്ടോ. ബേസിക്കലി ഈ ഒരു മൂവി സുധി ഞാൻ പറയട്ടെ, ഇതിലത്തെ ആക്ടേഴ്സ് തന്നെ കാസ്റ്റിംഗ് തന്നെ അടിപൊളിയായിരുന്നു. കാസ്റ്റിംഗ് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരാളുടെ പേര് പറയാം, ഷറഫുദ്ദീൻ. പ്രേമത്തിലെ ഗിരിരാജൻ കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. ചില സമയത്ത് ഞങ്ങൾ സുധീനും പറയാറുണ്ട് ഗിരിരാജൻ കോഴിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാലും പൊട്ടെ ജസ്റ്റ് കിഡിങ്. അപ്പം ഈ ഒരു സിനിമയിൽ സത്യത്തിൽ എനിക്ക് തോന്നിയെന്നു പറയും, നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലൈഫിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്താലും എഫർട്ട് പരിപാടി അവതരിപ്പിച്ചാലും ശരിയാവില്ല എന്ന് സുധി എന്നും രാവിലെ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യം. കുഴപ്പമില്ല, നമ്മൾ അവരോടല്ലേ പറയണേ, നമ്മളെല്ലാവരും അറിയുന്ന ആൾക്കാരല്ലേ. അപ്പൊ സത്യത്തിൽ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. ബേസിക്കലി ഇറ്റ്സ് സിമ്പിൾ സുധി. നമുക്ക് എന്താണ്, നമ്മളിങ്ങനെ എപ്പോഴും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വൺ ഡേ വിൽ റീച്ച് ദെയർ. പോസിറ്റീവ് തിങ്കിങ് ആണോ? ഒബ്വിയസ്ലി. അപ്പോൾ ആദ്യത്തിൽ ഒരു ഫാമിലിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നെഗറ്റിവിറ്റി ഇങ്ങനെ നടന്ന് അവസാനം നമുക്ക് ഒരു ഡേ ഉണ്ടാവും എല്ലാവർക്കും, അല്ലെങ്കിൽ എവറിത്തിങ് ഇസ് ഗോണ ബി ഇൻ വൺ പ്ലേസ് എന്ന് പറയുന്ന ഒരു ദിവസം കാലത്ത് ഞാനടിച്ച്. എനിവേസ്, എനിക്ക് സത്യത്തിൽ പറയാനുള്ളത് സുധി എപ്പോഴും വന്നിട്ട് പറയുന്ന ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് സുധീനെ വെച്ചിട്ട് തന്നെ നമ്മൾ പറയണം, സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സുധീൻ്റെ അടുത്തൊരു സിനിമ സജഷൻ ചോദിച്ചപ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അതുപോലെ ഒന്നായിരുന്നു തോൽവി FC. പക്ഷേ തോൽവി FC എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പേരാണല്ലോ തോന്നും അല്ലേ. അതിൽ ആക്ച്വലി ഇതിലൊരു ഫുട്ബോൾ ടീമുണ്ട്. ഓക്കെ, ഈ ടീമിൽ കുഞ്ഞു കുട്ടികളാണ് കളിക്കുന്നത് ഫുട്ബോൾ. സോ ബേസിക്കലി ആ ഒരു സിനിമയുടെ ആ ഒരു ഇതിന്റെ പേര് തമ്പി FC. ദാറ്റ് മീൻസ് ഫുട്ബോൾ. ഇത് താങ്ക്സ് തമ്പി FC എന്നാണ്. ഓ താങ്ക് യു. ഇനി അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. ഓക്കെ, തമ്പി FC എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ തമ്പി FC എന്ന് പറയുമ്പോൾ ഇവരെപ്പോൾ പോയാലും എപ്പോഴും തോറ്റുകൊണ്ടിരിക്കും. ഏത് കളിക്ക് പോയാലും എപ്പോഴും തോറ്റുകൊണ്ടിരിക്കും. അങ്ങനെയാണ് തോൽവി FC എന്നുള്ളൊരു പേര്. എന്നെ പറ്റി സിനിമ ചെയ്ത പോലെ ഉണ്ടല്ലോ. ചില ആൾക്കാർക്ക് അങ്ങനെ സാമ്യങ്ങൾ തോന്നുന്നത് വെറും എന്താ പറയാ യാദൃശ്ചികം മാത്രം എന്നൊക്കെ പറയുന്നത്. അല്ല, സത്യമായിട്ടല്ല ഞാൻ പറയുന്ന കാര്യമാണ്. നമ്മള് ആ സിനിമയിലുള്ള കാര്യം മാത്രമാണ്. ഞാൻ സുധീനെ വിളിച്ചിരുത്തി ഞാൻ അങ്ങനെ പറയുമോ? ഇല്ലല്ലോ. എനിവേസ് ഈ സിനിമയിൽ ഷറഫുദ്ദീനാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. ഓൾസോ ജോണി ആന്റണി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. CID മൂവിയുടെ ഡയറക്ടറാണ് അദ്ദേഹം. ആൻഡ് ഇതിലെ ഈ തോൽവി FC അല്ലെങ്കിൽ തമ്പി FCയുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കോച്ചാണ് ആര്, ഇതിന്റെ ഡയറക്ടർ. ഓക്കെ, അദ്ദേഹം ഈ സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ലൈക്ക് ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അമേസിംഗ് ആക്ടറാണ്. യു വുഡ് നോ ഞണ്ടുകളുടെ നാട്ടുകൾ ഒരു ഇടവേള എന്ന് പറയുന്ന നിവിൻ പോളിസ് മൂവിയിലും അതിൽ അഹാനയുടെ ബോയ്ഫ്രണ്ട് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. ഹി ഈസ് ഓൾസോ എ കോ-റൈറ്റർ ഓഫ് ദ മൂവി ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. ആൻഡ് ദ മൂവി ത്രൂ ഔട്ട് നമുക്കൊരു ഫൺ ഡേ അല്ലെങ്കിൽ ഒരു സൺഡേ നമുക്കിങ്ങനെ ഒന്ന് ചില്ല് ചെയ്തിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പാട്ടുകൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളിയാണ്. ലൈക്ക് നമ്മൾ മലയാള സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുധി? എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അതിൽ പാട്ടുകൾ എപ്പോഴും സൂതിങ് ആയിരിക്കും. ലൈക്ക് ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു പാട്ട് നമ്പറോ ഒരു സോങ് നമ്പറോ ഒന്നുമില്ല. ദ മൂവി ഗോസ് ത്രൂ എ സോങ്. ഓക്കെ, ആ ഒരു സോങ്ങിലൂടെ ആയിരിക്കും ചില മൂവിയിലെ പോർഷൻസ് ഒക്കെ കാണിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ് ഹൗ ദേ ഹാവ് മെയ്ഡ് ദ മൂവി. അതിൻ്റെ ഡയറക്ടോറിയലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ഒരു വേവ് നമുക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് വേവാണ് ഇവർ ഈ ഒരു മൂവിയിൽ ത്രൂ ഔട്ട് എടുത്തിട്ടുള്ളത്. അമേസിങ് മൂവിയാണ്. അപ്പോൾ എന്തായാലും സുധി അപ്പോൾ ഈ ആഴ്ച ഞാൻ ബുക്ക് ചെയ്യട്ടെ? ഉറപ്പല്ലേ? എന്തായാലും തോൽവി FC കാണാം. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നിങ്ങൾക്ക് റിവ്യൂസ് എന്നുള്ളത് എന്തായാലും എൻ്റെ അടുത്ത് വന്ന് ഉറപ്പായിട്ടും കുറേ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് പറയുന്നു എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സിമിലർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡു കമന്റ് അല്ലേ, എന്നാലും നമ്മൾ അറിയിക്കേണ്ടതാണ്. ഓൾസോ നമുക്ക് അടുത്ത ഒരു വീക്ക്ലി പിക്കുമായിട്ട് both of us will be back. Until then, take care. Stay tuned. Bye-bye. ഞാൻ ഇത് കുറിച്ചോട്ടെ. Okay. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.